ഹായ്, ഇന്ന് നമുക്ക് സ്ട്രോക്ക് മെഡിസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് അമൃത ഹോസ്പിറ്റലിലെ സ്ട്രോക്ക് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായ വിവേക് സാറാണ്. ഹായ് ഡോക്ടർ, നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കൂടുതൽ കമൻസ് നോർമൽ ആൾക്കാർക്കുള്ള ഡൗട്ട്സും കമൻസും ഒക്കെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഡോക്ടർ, 2 വാക്ക് സ്ട്രോക്കിനെ കുറിച്ച്. സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം എന്നാൽ എല്ലാവരും ഭയപ്പെടുന്ന ഒരു അസുഖമാണ്. കാരണം നമ്മൾ പ്രായമായി കഴിഞ്ഞാലോ അല്ലെങ്കിലോ നമ്മൾ ഒരു കയ്യോ കാലോ സ്വാധീനമില്ലാതാവുക, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പറയാനുള്ള വാക്കുകൾ നമുക്ക് കിട്ടാതിരിക്കുക, നമുക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റാതിരിക്കുക, അത് വല്ലാത്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിടുന്നൊരു അസുഖമാണ് സ്ട്രോക്ക് അഥവാ മസ്തിഷ്കാഘാതം. അത് കാരണമാണ് അതിന് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള അവബോധം വളർത്താനൊക്കെ ശ്രമിക്കുന്നത്. സ്ട്രോക്ക് ഒരു ജീവിതശൈലി രോഗമാണ്. അതായത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ വ്യതിയാന നിമിത്തം ഉണ്ടാകുന്ന ഒരു അസുഖം. അതായത് തലച്ചോറിലേക്ക് രക്തക്കുഴലുകൾ പൊട്ടിപ്പോവുക, അതിന് നമ്മൾ ഹെമറേജ് എന്ന് പറയും. അതായത് ചെറിയ ചെറിയ രക്തക്കുഴലുകൾ തലച്ചോറിൽ കാണും. അതിൽ നമ്മൾ ബ്ലഡ് പ്രഷർ കൂടുമ്പം, പ്രഷർ വല്ലാതെ കൂടുമല്ലോ, അത് കൂടുമ്പം ചില രക്തക്കുഴലുകൾ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് രക്തക്കുഴലിനെ പുറത്തോട്ട് വന്ന് തലച്ചോറിനെ നശിപ്പിക്കും. അതാണ് ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് ബ്ലീഡ്, നമ്മൾ പൊതുവെ ബ്ലീഡ് എന്ന് പറയും, സെറിബ്രൽ ബ്ലീഡ് അല്ലെങ്കിൽ മസ്തിഷ്ക രക്തസ്രാവം എന്ന് പറയുന്നു. അതൊരു ടൈപ്പ് സ്ട്രോക്ക്. രണ്ടാമത്തെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് രക്തം കൊടുക്കുന്ന പൈപ്പുകളുണ്ടല്ലോ, ഈ ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരിക. അത് പല കാരണങ്ങൾക്കുള്ളുണ്ടാവും. അതായത് ചില ആൾക്കാർ കുറേ കാലം പുക വലിക്കുമ്പോൾ ഈ പുകയിലെ വസ്തുക്കളൊക്കെ അടിഞ്ഞുകൂടി നമ്മുടെ കഴുത്തുനിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കൊള്ളുകൾ ബ്ലോക്കായി പോകും. അതിന് ഇവിടെ കരോട്ടിഡ് ധമനി എന്ന് പറയും, അങ്ങനെ ബ്ലോക്ക് വരാം. അതല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖമുള്ള ആൾക്കാർക്ക് ഹാർട്ടിൽ ചെറിയ ക്ലോട്ടുകൾ ഉണ്ടാവും, അത് പമ്പ് ചെയ്ത് മുകളിൽ പോയിട്ട് അവിടെ ബ്ലോക്ക് വരാം. പിന്നെ ഹാർട്ടിൻ്റെ ഇടുപ്പിൽ വ്യതിയാനങ്ങളുണ്ടാവും, അപ്പോൾ നമുക്ക് സ്ട്രോക്ക് വരാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാം. എന്തായാലും 2 തരം സ്ട്രോക്ക് ഉണ്ടെന്നും സ്ട്രോക്ക് നമുക്ക് പരമാവധി പ്രതിരോധിക്കണം എന്നുള്ളൊരു അവബോധം നാട്ടുകാരിൽ ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഈ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ വരിക. അപ്പോൾ നമ്മളുടെ ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ. അപ്പോൾ ഇതൊക്കെ ഒരളവിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണോ? തീർച്ചയായിട്ടും. അതായത് സ്ട്രോക്ക് വരാനുള്ള ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ എന്ന് വെച്ചാൽ ഒരു ഏറ്റവും കൂടുതൽ പ്രൊപ്പൻസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്ന് ബ്ലഡ് പ്രഷറാണ്. കൂടിയ ബ്ലഡ് പ്രഷർ പല രീതിയിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാക്കും. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഷർ വല്ലാതെ കൂടുമ്പോൾ രക്തക്കൊള്ളുകൾ വികസിച്ച് അതിന് താങ്ങാൻ പറ്റാതെ അത് പൊട്ടി രക്തസ്രാവം ഉണ്ടാകും. രണ്ടാമത്തേത്, കുറേ കാലം നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ രക്തക്കൊള്ളുകളുടെ ഉള്ളിലത്തെ ഭിത്തിയുടെ കട്ടി കൂടി വരും. കാരണം ഇത് പ്രതിരോധിക്കാൻ അതിൻ്റെ കട്ടി കൂട്ടിയേ പറ്റുള്ളൂ. ആ ഒരു അവസരത്തിൽ നമുക്ക് രക്തക്കൊള്ളുകൾ പതിയെ അടഞ്ഞു പോകും. ചെറിയ ചെറിയ രക്തക്കൊള്ളുകളുടെ കട്ടി കൂടി അതിൻ്റെ ആന്തരിക ഭിത്തി തീരെ, അതിൻ്റെ ലൂമൻ, അതായത് ആ കൊഴലിൻ്റെ ഡയമീറ്റർ വല്ലാതെ കുറഞ്ഞത് ക്ലോസ് ആയി പോകും. അപ്പോൾ അത് കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാകും. അതുകൂടാതെ ഈ നമ്മൾ ഹാർട്ടിനകത്ത് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹാർട്ടിനകത്തുള്ള ഇടിപ്പിന് വ്യത്യാസം ഉണ്ടാകും, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാക്കും. ഹൈ ബ്ലഡ് പ്രഷർ ആണല്ലോ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ് ഉയർന്ന രക്തസമ്മർദ്ദം. അത് നമ്മൾ വേണ്ട രീതിയിൽ പ്രതിരോധിക്കുകയോ അഥവാ നമുക്ക് രക്തസമ്മർദ്ദത്തിന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ചികിത്സ നിർത്തുകയോ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. സ്ട്രോക്ക് അതിലൊന്നു മാത്രം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാം, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവാം, കിഡ്നി ഫെയിലിയർ ഉണ്ടാവാം, വേറെ ഒരുപാട് അസുഖങ്ങൾ നമുക്കുണ്ടാവാം. കണ്ണിൻ്റെ ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി, കാഴ്ചശക്തി നഷ്ടപ്പെടാം. കാരണം കണ്ണിൻ്റെ പ്രഷർ, കണ്ണിലേക്കുള്ള രക്തക്കൊള്ളുകളുടെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് പറയും. നമ്മുടെ റെറ്റിന, അതായത് കണ്ണിൻ്റെ ആ നേത്രപടലത്തിന് ഡാമേജ് ഉണ്ടാവും. അങ്ങനെ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന ആ ഒരു ജീവിതശൈലി രോഗമാണ് സ്ട്രോക്കിൻ്റെയും മറ്റ് അസുഖങ്ങളുടെയും മൂലകാരണം. അത് നമ്മൾ പരമാവധി നിയന്ത്രിക്കുകയും പരമാവധി പ്രതിരോധിക്കുകയും വേണം. കാരണം ഒന്ന്, രക്തസമ്മർദ്ദം വരാതെ നോക്കുക. 2, രക്തസമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ പ്രഷറുള്ള ആൾക്കാർക്ക് പ്രഷർ വരാം, പക്ഷേ നമ്മൾ അതിന് വേണ്ട രീതിയിലുള്ള ജീവിതശൈലി മാറ്റങ്ങളും ആഹാര രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ഗുളികൾ വേണ്ട രീതിയിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിച്ച് നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് സ്ട്രോക്ക് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ പ്രഷർ പോലുള്ള അസുഖങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. ഈ സ്ട്രോക്ക് ഒരു ഹെറിഡിറ്ററി ഡിസീസ് ആണോ? സാധാരണഗതിയിൽ സ്ട്രോക്ക് ഒരു ഹെറിഡിറ്ററി ഡിസീസ് അല്ല. വളരെ അത്യപൂർവമായിട്ടുള്ള ചില അസുഖങ്ങൾ മാത്രമേ
പരമ്പരാഗതമായിട്ട് സ്ട്രോക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. കാരണം അത് വളരെ റെയറാണ്. 10 ലക്ഷത്തിലൊന്നോ 20 ലക്ഷത്തിലോ ഓരോ ആൾക്ക് മാത്രമേ ഉണ്ടാകുന്ന ഒരു കാരണം. സാധാരണഗതിയിൽ ഇത് ഹെറിഡിറ്ററി ഡിസീസ് അല്ല. പക്ഷേ ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും എല്ലാം കുടുംബങ്ങളിൽ കാണും. അച്ഛന് പ്രമേഹം ഉണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം ഉണ്ടാവും, അച്ഛന് പ്രഷർ ഉണ്ടെങ്കിൽ നമ്മളും പ്രഷറിന്. അതുകൊണ്ട് ഈ റിസ്ക് ഫാക്ടറൊക്കെ ഹെറിഡിറ്ററി ആയതുകൊണ്ട് സ്ട്രോക്കും നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഹെറിഡിറ്ററി പോലെ തോന്നാം, പക്ഷേ ശരിക്കും ഹെറിഡിറ്ററി അല്ല. അച്ഛന് പ്രഷറും ഷുഗറൊക്കെ ഉണ്ട്, നമ്മൾ ചെറുപ്പം മുതലേ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് വരത്തില്ല. അതേസമയം അച്ഛനും പ്രഷറും ഷുഗറും എല്ലാം ഉണ്ട്, നമ്മൾ അതേപോലെ തന്നെ വളരെ മോശം ജീവിതശൈലി നയിക്കുകയാണെങ്കിൽ നമുക്ക് പ്രഷറും ഷുഗറൊക്കെ കൂടി നമുക്ക് സ്ട്രോക്ക് വരാം. അത് ഹെറിഡിറ്ററി ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ ഇറ്റ് ഈസ് സീൻ ഇൻ ഫാമിലീസ് ബിക്കോസ് ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ്. ഡോക്ടർ, ഈ ബെൽസ് പാൾസി കേൾക്കുമ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ പേരൊക്കെ പോലെ തോന്നുന്നുണ്ട്. അതെന്ത് രോഗാവസ്ഥയാണ്? ബെൽസ് പാൾസി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിൻ്റെ, ഇപ്പോൾ ഇന്നാളൊരു വലിയൊരു സിനിമ നടന്ന ഒരാൾക്ക് ഉണ്ടായിരുന്നു, പത്രവാർത്തകൾ കണ്ടു. അത് നമ്മുടെ ഈ 7ാമത്തെ ശിരോന്നുണ്ട്, 7th നെർവ് ഉണ്ട് നമ്മുടെ ഫേഷ്യൽ, നമ്മളെ ചുണ്ടും കണ്ണും മുഖത്തിൻ്റെ ഈ എക്സ്പ്രഷൻ നയിക്കുന്ന ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്യുന്ന മസിലുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഞരമ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ഇങ്ങനെ കണ്ണിലേക്കും ചുണ്ടിലേക്കും എല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഞരമ്പിനുണ്ടാകുന്ന ഒരു നീർക്കെട്ടാണ് ഈ ഫേഷ്യൽ പാൾസി. പക്ഷേ ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ മുഖം ഒരു സൈഡിലേക്ക് ഓടിപ്പോകുന്നു എന്നുള്ളൊരു പ്രധാന ലക്ഷണമായിട്ട് പറയുമല്ലോ. അപ്പോൾ ബെൽസ് പാൾസി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോക്ക് ആണോ എന്ന് പെട്ടെന്ന് വിചാരിക്കും. കാരണം പെട്ടെന്ന് നമുക്ക് ഒരു കണ്ണടക്കാൻ പറ്റില്ല, മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോകുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വായിൽ എന്തെങ്കിലും കുടിക്കാൻ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഊർന്നു വരും. കാരണം ഇവിടെ ചുണ്ടിന് ബലമില്ലാത്ത കാരണം. അപ്പോൾ ചുണ്ടിൻ്റെ ബലക്കുറവ്, കണ്ണടക്കാനുള്ള ബലക്കുറവ്, ഇതൊക്കെയാണ് ശരിക്കും സ്ട്രോക്ക് എന്നുള്ളൊരു അവസ്ഥയല്ല. സ്ട്രോക്ക് എന്നുള്ള അവസ്ഥയല്ല ഇത്. കാരണം സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തലച്ചോറിലെ രക്തഓട്ട സംബന്ധമായിട്ടുള്ളൊരു അസുഖമാണ് സ്ട്രോക്ക്. പക്ഷേ ബെൽസ് പാൾസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുഖത്തിൻ്റെയും ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും നിയന്ത്രണം, മസിലുകളെ നിയന്ത്രിക്കുന്ന ആ ശിരോനാഡിയുടെ നീർക്കെട്ടാണ്. സാധാരണ അത് ഉണ്ടാവുക നമ്മൾ AC ഒക്കെ ഓൺ ചെയ്ത് ഒരു ചെവി AC തണുപ്പ് അടിക്കുന്ന രീതിയിൽ കിടന്നത്. ഇപ്പോൾ ഇവിടെ നീർക്കെട്ട് വരും ഈ നെർവിന്. ഇത് ചെറിയൊരു സുഷിരത്തിൽ കൂടി ഈ ഞരമ്പ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഈ ഞരമ്പ് ഇച്ചിരി വീങ്ങുമ്പോൾ സുഷിരം ഒരു വളരെ ടൈറ്റായിട്ടുള്ള സ്കെലിറ്റൽ ഇതാണ്. കാരണം അപ്പോൾ അതിനകത്തൊരു പിഞ്ചിടാവും, ഈ നെർവ് അങ്ങ് അമർന്നു പോകും. അപ്പോൾ നീർക്കെട്ട് വരും. ആ നീർക്കെട്ട് വന്നിട്ടാണ് ഇതുണ്ടാകുന്നത്. ഇത് സ്വാഭാവികമായിട്ടൊരു 6 ആഴ്ച മുതൽ 2 മാസം കൊണ്ട് അത് മാറിപ്പോകും എക്സസൈസ് ഒക്കെ ചെയ്ത്. ഇത് പിന്നീട് ഈ ബെൽസ് പാൾസി പിന്നീട് വരും, അതായത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ? സാധാരണഗതിയിൽ അത് രണ്ടാമത് വരാറില്ല, പക്ഷെ അപൂർവമായിട്ട് അങ്ങനെ കാണാറുണ്ട്. ഒരിക്കലും ഒരു വശം വന്നു, മറ്റൊരു സൈഡിൽ മറ്റേ വശം വന്നു എന്ന് കാണാറുണ്ട്. പക്ഷേ ഇത്ര ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് കൂടി നോക്കണം. സാർക്കോയിഡോസിസ്, അങ്ങനെ നെർവുകളെ ബാധിക്കുന്ന വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം. എന്തെങ്കിലും ഇങ്ങനെ മുഖത്തിന് ക്ഷതമേറ്റ് കഴിഞ്ഞാൽ, ഇപ്പോൾ വല്ല അടിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവും തീർച്ചയായിട്ടും. അതിപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ക്ഷതം വന്നാൽ, അതായത് നമ്മുടെ ഈ ഫേഷ്യൽ നെർവ് എന്നുള്ള 7th ശിരോനാഡി ഇറങ്ങി വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ അതുണ്ടാക്കും. ഹെർപ്പിസ് വന്നാൽ ഉണ്ടാവാം, ചിക്കൻ പോക്സ്, ഹെർപ്പിസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചെവിയിലത്തെ കുമിളകളായിട്ട് ഹെർപ്പിസ് ഉണ്ടാകുമ്പോൾ ഈ നെർവ് ഇറങ്ങി വരുന്ന ഭാഗത്തിനും കൂടി അത് ബാധിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫേഷ്യൽ പാൾസി ഉണ്ടാവും. അത് ഇറ്റ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു മെനി റീസൺസ്. ഡോക്ടർ, ഇപ്പോൾ കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ഒരു രോഗാവസ്ഥ വരികയാണെങ്കിൽ? കോവിഡിൻ്റെ എന്തെങ്കിലും? കോവിഡിന് രണ്ടുമായിട്ട് ബന്ധമുണ്ട്. ബെൽസ് പാൾസി ഈ നമ്മൾ ബോംബെയിലൊക്കെ ഒരുപാട് കോവിഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ന്യൂറോളജി സഹപ്രവർത്തകർ പറയാറുണ്ട്, ഭയങ്കര കൂടിയ ബെൽസ് പാൾസി ഉണ്ടായിരുന്നു ആ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത്. കാരണം കോവിഡ് നമ്മൾ നെർവുകളെ ബാധിക്കുന്ന ഒരു വൈറസാണ്. ചില ആൾക്കാരിൽ അത് ഫേഷ്യൽ നെർവിനെ ബാധിക്കുന്നു, അപ്പോൾ നമുക്ക് ബെൽസ് പാൾസി വരുന്നു. അപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രസൻറ്റേഷനായിട്ട്, കോവിഡ് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ബെൽസ് പാൾസി ധാരാളമായി കണ്ടുവരുന്ന സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ വാക്സിൻ വന്ന ശേഷം അങ്ങനെ കാണുന്നില്ല. അതുകൊണ്ടാവും. മാത്രമല്ല കോവിഡ് സ്ട്രോക്കിലേക്ക് നയിക്കാറുണ്ട്. കോവിഡ് വന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഈ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കുറച്ച് കൂടും ചില ആൾക്കാരിൽ. അപ്പം കോവിഡ് വൈറസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ നിമിത്തം നമ്മുടെ ശരീരത്തിൻ്റെ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടും. ഇത്തരം ഒരവസ്ഥയിൽ ചില ആൾക്കാർക്ക് സ്ട്രോക്ക് വരാറുണ്ട്, ചില ആൾക്കാർക്ക് കോവിഡ് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. ഇതൊക്കെ ആ ഡിഡൈമർ എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, ആ ടെസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഹൈ വാല്യൂ ഓഫ് ഡിഡൈമർ ഉണ്ടെങ്കിൽ അവർക്ക് രക്തം കട്ടപിടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ അത്തരം ആൾക്കാരിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ വാക്സിന് ശേഷം നമ്മൾ അങ്ങനത്തെ ഒന്നും അധികം കാണാറില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സംശയം തോന്നുകയാണ്, അതായത് നമ്മൾക്ക് ഒട്ടേറെ പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുമോ? നമ്മളുടെ പ്രഷർ ഇങ്ങനെ കൂടുക, അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ക്ലോട്ടിങ്ങിന് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ടെസ്റ്റോ അതെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ?
കമ്പൽസറി ആയിട്ട് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമോ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ല. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ കോവിഡ് വന്ന ആളാണെങ്കിൽ ബാക്കി എന്തെങ്കിലും കുറേ റിസ്ക് ഫാക്ടറുകളൊക്കെ ഉണ്ട്, അതായത് നേരത്തെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, ഇപ്പോൾ ശക്തമായ കോവിഡ് വന്നിട്ട് ആളാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു 2-3 മന്ത്സിനുള്ളിലൊക്കെ ഡി ഡൈമർ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഡി ഡൈമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോട്ടിൻ ടെൻഡൻസിനെ സൂചിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹൈ വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ ക്ലോട്ടിങ് ടെൻഡൻസി കുറക്കാനുള്ള ചില മരുന്നുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ സേഫ് ആയിരിക്കും കണ്ടീഷൻ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതിനുള്ള ക്ലോട്ടിങ്ങിലുള്ള റിസ്ക് കുറയും. പക്ഷെ അതെല്ലാവർക്കും അങ്ങനെ കമ്പൽസറി ചെയ്യണമെന്നില്ല. ഈ സ്ട്രോക്ക് വരാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ നമ്മൾ സാധാരണ പറഞ്ഞല്ലോ, ഒരു വശത്തെ കൈയിൻ്റെയും കാലിൻ്റെയും തളർച്ച, സംസാരശേഷി ഇല്ലായ്മ കുറയുക, അതായത് ഒന്നുകിൽ വാക്കുകൾ കിട്ടാതിരിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ സ്ഫുടത നഷ്ടപ്പെടും, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ക്ലാരിറ്റി പോവുക, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോവുക. അപ്പം നമ്മളിതെല്ലാം എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാസ്റ്റ് എന്ന് പറയും. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഫേസ്, എ എന്ന് പറഞ്ഞാൽ ആം എന്ന് പറഞ്ഞാൽ ഒരു കൈയിൻ്റെ വീക്ക്നെസ്, സ്പീച്ച് എന്ന് പറഞ്ഞാൽ സംസാരം ഈ തീരെ ഇല്ലാതായി പോവുകയോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ സ്ഫുടത ഇല്ലാതാവുകയും ചെയ്യാം. ടി എന്ന് പറഞ്ഞാൽ ടൈം ടു കോൾ ആംബുലൻസ്, ലൈക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. കാരണം ഒരു സ്ട്രോക്ക് വന്ന രോഗിയെ സംബന്ധിച്ചിടത്തോളം ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ 4 എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ രക്തക്കൊഴലുകൾ തുറക്കുകയാണെങ്കിൽ ആ രോഗിക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്ക് ബ്ലീഡിങ് ആണെങ്കിൽ വ്യത്യാസമാണ്. ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് മാറ്റാനുള്ള ഇഞ്ചക്ഷൻ കൊടുക്കുകയോ ബ്ലോക്ക് എടുത്തു മാറ്റാനുള്ള ത്രോംബെക്ടമി എന്നുള്ള ചികിത്സാ രീതിയുണ്ട്. അതായത് ബ്ലോക്ക് വലിയ കുഴലുകളിലെ ബ്ലോക്ക് ആണെങ്കിൽ നമുക്കത് കത്തീറ്റർ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും, സ്റ്റെൻറ്റ് ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. അതിനെയാണ് ത്രോംബെക്ടമി എന്ന് പറയുന്നത്. അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊക്കെ നല്ല റിസൾട്ട്സ് ആണ് യൂഷ്വലി കാണപ്പെടുന്നത്. അപ്പോൾ അത് കാരണം ഈ ലക്ഷണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഫാസ്റ്റ്, ഒരു വശത്തെ കൈകാലുകൾ തളർന്നു പോവുക, ഒരു മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോവുക, പിന്നെ സംസാരത്തിന് കുറേ സംസാര ശേഷിയില്ലായ്മ, അതല്ലെങ്കിൽ സംസാരത്തിന് സ്ഫുടത നഷ്ടപ്പെടുക, വാക്കുകൾ കിട്ടാനുള്ള പ്രയാസം, ഇതെല്ലാം സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ്, ഏറ്റവും പ്രധാന ലക്ഷണങ്ങൾ. മറ്റു പല ലക്ഷണങ്ങളും കൂടി സ്ട്രോക്കിലുണ്ട്. അതായത് ചിലപ്പം ബാലൻസ് നഷ്ടപ്പെടുക, ശക്തിയായ തലകറക്കം, ബാലൻസ് നഷ്ടപ്പെടുക, വെള്ളം കുടിക്കാനുള്ള പ്രയാസം, ഒരു സ്ഥലത്തെ ശരീരത്തിൽ ഒരു വശത്ത് മാത്രം മുഴുവൻ തരിച്ചു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതും ഒരു സ്ട്രോക്ക് ലക്ഷണമായിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും സർവ്വസാധാരണമായി കാണുന്ന ലക്ഷണങ്ങൾ ഈ പറഞ്ഞ ഫേസ് ആം സ്പീച്ചാണ്. ഇപ്പം നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് കഴിയുമ്പോൾ സ്ഥിരമായിട്ട് രാവിലെ എണീക്കുമ്പോൾ ഒരു കൈ ഫുള്ളായിട്ട് അനങ്ങുന്നില്ല, അല്ലെങ്കിൽ മരവിച്ചിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഇതിൻ്റെതായിട്ടുള്ള ബന്ധപ്പെട്ട അവസ്ഥയാണ്. അതല്ല, ശരിക്കും അങ്ങനെയല്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരേ പൊസിഷനിലൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ നെർവുകളൊക്കെ ഒരേപോലെ ഇച്ചിരി തരിപ്പുണ്ടാവും. അത് സ്ട്രോക്കുമായിട്ട് ബന്ധമില്ല. പക്ഷേ അത് നോക്കേണ്ടത് അതിനൊപ്പം തന്നെ കൈക്കും കാലിലും മുഖത്തും ഒരേപോലെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. ഡോക്ടർ, ഈ സ്ട്രോക്ക് ഒരു ഡിസീസ് ആണോ അല്ലെങ്കിൽ ഒരു സിൻഡ്രോം ആണോ? സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിസീസ്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന 1-2 ലക്ഷണങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം മാത്രം. ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പ്രോപ്പറായിട്ടുള്ള റീസണും അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോക്ക് ഒരു മേജർ ഡിസീസ് തന്നെയാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പം സ്ട്രെസ്സ്, എല്ലാവർക്കും സ്ട്രെസ്സാണ്, ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ സ്ട്രെസ്സാണ്. ഈ സ്ട്രെസ്സ് കൊണ്ട് നമുക്ക് സ്ട്രോക്ക് വരുമോ? ഇല്ല, സ്ട്രെസ്സ് കൊണ്ടൊന്നും സ്ട്രോക്ക് വരില്ല. അതായത് ഒരേ ഒരു കാര്യമുള്ളൂ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യും. ക്രോണിക് സ്ട്രെസ്സ് ചിലപ്പോൾ നമ്മളെ ബ്ലഡ് പ്രഷറൊക്കെ കൂട്ടാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലാതെ സ്ട്രെസ്സ് കൊണ്ട് മാത്രം സ്ട്രോക്കൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ്സ് കൂടുമ്പോൾ പൊതുവെ നമ്മളെ ഫിസിക്കൽ ഒരു മെൻ്റൽ സ്ട്രെസ്സ് വല്ലാതെ കൂടുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഉറക്കം കുറയും. അപ്പോൾ അതുപോലെ നമുക്ക് ഒരുപാട് കോമ്പൻസേറ്ററി ഇതുണ്ടാവും, മെക്കാനിസംസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ് ഹോർമോൺ ലെവൽസ് കൂടും. അപ്പോൾ അവർക്കിങ്ങനെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രഷർ കൂടാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് സ്ട്രോക്കിലേക്ക് നയിക്കാം. അല്ലാതെ കുറച്ച് ദിവസം സ്ട്രെസ് അടിച്ചുകൊണ്ടൊന്നും അങ്ങനെ സ്ട്രോക്ക് വരില്ല. പക്ഷേ നമ്മൾ ദീർഘകാലം വളരെ മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുകയാണെങ്കിൽ നമ്മുടെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും. കാരണം അപ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല, ഉറക്കമില്ലായ്മ, അതൊക്കെ നമ്മൾ സ്ട്രെസ് ഹോർമോൺ ലെവൽസ് ബോഡി കൂടാനും അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മറ്റു പല ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാവും. അത് പിന്നീട് സ്ട്രോക്കിലേക്ക് നയിക്കാം. അതിനാൽ സ്ട്രെസ്സ് മാത്രം കൊണ്ട് സ്ട്രോക്ക് ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ വളരെ കാലം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നില്ല, പലരും പല രീതിയിൽ ഇപ്പോൾ ജോലിയിലെ സ്ട്രെസ് ഉണ്ടാവും. പക്ഷേ നമ്മൾ പറയാം, അതീവ കഠിനമായ മാനസിക സമ്മർദ്ദത്തിലൂടെ ഒരു വ്യക്തി കുറേ കാലം ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അതിലൊരു മാറ്റം നമ്മുടെ സ്ട്രെസ് ഹോർമോണുകൾ കൂടും. അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ എന്നൊക്കെ പറയുന്നത് ഈ ഹോർമോണുകൾ നമ്മുടെ ബോഡി കൂടും. അതായത് നമ്മൾ തീരെ ഉറക്കമില്ലാതെ കുറേ ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വി ആർ പ്രോൺ ടു സ്ട്രോക്ക്. സ്ലീപ്ലെസ് ആയിട്ട് കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യുക, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലത്തെ
പല സ്ട്രെസ് ഹോർമോണുകളും കൂടുന്നു, അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു, ഈ ഹോർമോണുകൾ പോലെ ഹാർട്ടിൻ്റെ താളത്തിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാക്കുന്നു, അങ്ങനെ നമുക്ക് സ്ട്രോക്കിലേക്ക് നയിക്കാം. അല്ലാതെ വെറും മെൻ്റൽ സ്ട്രെസ് മാത്രം സ്ട്രോക്ക് ഉണ്ടാക്കുമെന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന പോലെ? സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ മുൻകരുതൽ എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ബ്ലഡ് പ്രഷർ കൂട്ടാതിരിക്കുക എന്നുള്ളതാണ്. നോർമൽ ബ്ലഡ് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്യുക പറ്റാവുന്നിടത്തോളം. 120/80 ലെസ് ദാൻ 130/80 അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുവേണ്ടി എന്ത് വേണേൽ ചെയ്യാം. നമുക്ക് ഉപ്പ് കുറക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഉപ്പ് കുറക്കുക എന്നുള്ളതാണ്. ഫ്രം ചൈൽഡ്ഹുഡ് നമ്മൾ കുറഞ്ഞ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ള ശീലം നോക്കണം. ഉപ്പിനോടുള്ള ആ ഒരു ആസക്തി ഉണ്ടല്ലോ നമുക്ക്. പലപ്പോഴും അച്ചാർ ഇച്ചിരി ഉപ്പ്, കഞ്ഞിയാണ് ഇച്ചിരി ഉപ്പ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു ഒരു ടേസ്റ്റ് നമ്മൾ തോന്നൽ വരുമല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി സോൾട്ട് ഇടും. ആ ഒരു ഹാബിറ്റ് നമ്മൾ പതിയെ കുറക്കണം. അത് നമ്മൾ സ്കൂൾസിലെ നമ്മളത് കുട്ടികളായിരിക്കുമ്പോൾ അവരെ അത് ലോ സോൾട്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. കാരണം അവരുടെ ബ്ലഡ് പ്രഷറിൻ്റെ വരാനുള്ള സാധ്യത വളരെ കുറയും. പിന്നെയുള്ളത് നമ്മൾ ഈ മാതിരിയുള്ള ജങ്ക് ഫുഡ്സും അതും ഇതൊക്കെ കുറക്കുക. പിന്നെ ഒരു വളരെ കൃത്യമായ വ്യായാമ രീതി, ഒരു നിശ്ചിത സമയം, എന്തൊക്കെ തിരക്കുണ്ടായാലും നമ്മുടെ ശരീരം കൂടി നമ്മൾ സംരക്ഷിക്കണമല്ലോ. അപ്പം എത്ര വലിയ ജോലിയായാലും എത്ര വലിയ ആളായാലും 1.5 മണിക്കൂർ ഒരു ദിവസം എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് മെഡിറ്റേഷനും എക്സസൈസ് അങ്ങനത്തെ നമ്മൾ മാറ്റി വെച്ചേ മതിയാവുള്ളൂ. കാരണം അതൊരു നഷ്ടമായിട്ട് എടുക്കരുത്. അങ്ങനെ എടുത്തിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈൽ ആ രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഉണ്ടാവും. അതായത് നമ്മൾ രോഗം വരുന്നതെന്ന് തന്നെ നമ്മൾ പ്രതിരോധിക്കുകയാണ്, വരാതെ പ്രതിരോധിക്കുന്ന രീതി. അതാണ് ചികിത്സിക്കുന്നതിലും ഭേദം വരാതിരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇത്തരം ജീവിതശൈലികൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ വളരെ കുറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും. റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വരില്ല. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷം പെട്ടെന്ന് തളർച്ച അനുഭവപ്പെട്ടു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, നമ്മൾ പോസിറ്റീവ് ആയി എന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും ആ ജിം ഇങ്ങനെ കുറേ നേരം? അതെ അതെ, അതെനിക്ക് തോന്നുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതിലുള്ളത്. അതായത് നമ്മൾ അതികഠിനമായ ശാരീരിക അധ്വാനം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളത് സാധാരണ ചെയ്യാത്ത രീതിയിൽ, അതിപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഫിറ്റ്നസ് നോക്കണം. അങ്ങനെ ഹൗ ഫിറ്റ് വി ആർ. ഇപ്പം നമ്മൾ ഈ വെയ്റ്റ് ട്രെയിനിങ്ങും ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഇവാലുവേഷൻ നടത്തണം. യങ് ആയിരിക്കുമ്പോൾ അല്ല, ഒരു മിഡിൽ ഏജിലൊക്കെ 30ക്ക് മുകളിൽ 35 മുകളിലൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ജിമ്മിൽ പോവുകയാണെങ്കിൽ വി ഷുഡ് ലുക്ക് ഇൻ ടു അവർ ഫിറ്റ്നസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഹാർട്ടിന് നമുക്ക് ജന്മനായുള്ള പ്രശ്നങ്ങളുണ്ടോ. ഇപ്പം അമേരിക്കയിലൊക്കെ നമ്മൾ ഇത്തരം അസുഖങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഈ റഗ്ബി ഫുട്ബോളും ഈ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കുന്ന യങ് പ്ലേയേഴ്സ് ദേ സ്റ്റാർട്ടഡ് ഡൈയിങ്. കുറേ പേര് ഇങ്ങനെ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഹാർട്ടിൻ്റെ ഒരു അസുഖം ജന്മന ഹൈപ്പർട്രോഫിക് ഓബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഹാർട്ടിൻ്റെ ഭിത്തികൾക്ക് തിക്നെസ് കൂടുതലാണ്. അപ്പോൾ ആ വ്യക്തികൾക്ക് എന്താ സംഭവിക്കുക വെച്ചാൽ ഹാർട്ട് ഇങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പോൾ ആ ഭിത്തിയുടെ തിക്നെസ് വന്നിട്ട് അതിൻ്റെ ഔട്ട്ലെറ്റിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യും. മനസ്സിലായില്ല? അത് പ്രത്യേക അസുഖമാണ്, അത് ഒരു പാരമ്പര്യമായിട്ടുള്ള അസുഖമാണ്. അപ്പോൾ നമ്മൾ അവർക്ക് സാധാരണഗതിയിലൊന്നും ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ അതികഠിനമായിട്ട് അധ്വാനിക്കും, ഹാർട്ട് അടിക്കടി അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തിക്നെസ് കൂടിയ അല്ലെങ്കിൽ കട്ടി കൂടിയ ഭിത്തി ഹാർട്ടിൻ്റെ മൊത്തം ഔട്ട്ലെറ്റ് ഇങ്ങനെ അടച്ചുകളയും. അങ്ങനെ ഉണ്ടാവും. അതല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചില ഹാർട്ടിൻ്റെ ഇടിപ്പിൽ പെട്ടെന്ന് ഹാർട്ട് നിൽക്കാം, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും. അങ്ങനെ അവർ പെട്ടെന്ന് മരിച്ചു വീഴും. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കോവിഡ് വന്ന ശേഷം കുറേ സിനിമ നടന്മാർ സെലിബ്രിറ്റീസ് ഇങ്ങനെ മരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ കോവിഡ് വന്ന ഉടനെയൊക്കെ നമ്മൾ ഒരുപാട് കഠിനാധ്വാനമൊക്കെ ചെയ്യുമ്പം ഈ പറഞ്ഞ മാതിരിയുള്ള ചില ക്ലോട്ടിൻ ടെൻഡൻസികളൊക്കെ നമുക്കുണ്ടാവും. ഈ ക്ലോട്ടിൻ ടെൻഡൻസി വരിക്കുന്ന ആൾക്കാർ പിന്നെ അവർ അതികഠിനമായി ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വരാം, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം എനിക്ക് തോന്നുന്നു അതികഠിനമായ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ ഗ്രാജുവലായിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ, ഒത്തിരി അങ്ങോട്ട് ഓവറായിട്ട് ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി അപ്പോൾ വൈറൽ ഫീവർ അടക്കമുള്ള ചെറിയ അസുഖങ്ങളുള്ളപ്പോൾ അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് ഹാർട്ടൊക്കെ ഒന്ന്, കാരണം പലപ്പോഴും ഈ സമയത്ത് നമ്മുടെ ബോഡി വീക്കായിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ ഒറ്റയടിക്ക് വണ്ണം കുറയ്ക്കണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓവർ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നത് അത്ര ഫേവറബിൾ അല്ല. ഓക്കെ ഡോക്ടർ, ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നാൽ പിന്നെയും വരാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് വരാനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അടുത്ത തവണ സ്ട്രോക്ക് വരുമോ ഇല്ലയോ എന്ന് നമ്മൾ
അതിനാണ് നമ്മൾ സ്ട്രോക്ക് യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇവാലുവേഷൻ ചെയ്യണമെന്ന് പറയുന്നത്. കാരണം പലപ്പോഴും നമ്മൾ സ്ട്രോക്ക് ചികിത്സ നമുക്ക് എല്ലായിടത്തും കിട്ടും, പെട്ടെന്ന് പോകുന്നു, നമ്മൾ അഡ്മിറ്റ് ആവുന്നു, സ്കാൻ എടുക്കുന്നു, പിന്നെ കുറച്ച് ഫിസിയോതെറാപ്പി ചെയ്യുന്നു, മരുന്ന് കൊടുക്കുന്നു, പോകുന്നു. അപ്പോൾ നമ്മൾ സ്ട്രോക്കിൻ്റെ ചികിത്സ പൂർണ്ണമായെന്ന് വിചാരിക്കരുത്. കാരണം സ്ട്രോക്കിൻ്റെ ചികിത്സ 2 തരത്തിലാണ്. ഒന്ന്, സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ട്രോക്ക് ബ്ലീഡിംഗ് ആണോ ബ്ലോക്ക് ആണോ എന്ന് അറിയണം. അത് അറിഞ്ഞ ശേഷം വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കാൻ. ഇപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ബ്ലോക്ക് മാറ്റാനുള്ള ഇഞ്ചക്ഷൻ ചികിത്സയോ അല്ലെങ്കിൽ നമ്മൾ കത്തീറ്റർ ചികിത്സയോ നടത്താം. അതാണ് ഈ ത്രോംബോലൈസിസ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ. ഒരു ഇഞ്ചക്ഷൻ ഉപയോഗിച്ചിട്ട് ആ ബ്ലോക്ക് അലിയിച്ച് കളയുക. രണ്ടാമത്തെ ചികിത്സ അങ്ങനത്തെ ഇഞ്ചക്ഷൻ കൊടുത്ത് അലിയാത്ത ക്ലോട്ടുകൾ ഒരു സ്റ്റെൻഡ് ഉപയോഗിച്ച് വലിച്ചു മാറ്റുക. അതിനാണ് ത്രോംബെക്ടമി എന്ന് പറയും. 2 ചികിത്സാ രീതി അതാണ് അതിനുള്ളത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത്. ബ്ലീഡിംഗ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലീഡിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നെ അത്യാവശ്യം ഓപ്പറേഷൻ ചെയ്യും. അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ആ രോഗിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഓപ്പറേഷൻ വേണ്ട സാഹചര്യം വന്നാൽ ഓപ്പറേഷൻ ചെയ്ത് ആ ക്ലോട്ട് എടുത്ത് കളയും. അതാണ്. പക്ഷെ ഇത് രണ്ടും അതിൻ്റെ അടിയന്തര ചികിത്സയാണ്. ഈ 2. പക്ഷേ ഇത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ രോഗിയെ സ്ട്രോക്ക് യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്നു. പിന്നെ ടെസ്റ്റിംഗ് ആണ്. ആ ടെസ്റ്റിംഗ് എന്തിനാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ രോഗിക്ക് സ്ട്രോക്ക് ഉണ്ടായി, അത് കാരണം നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫലവത്തായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാൽ സ്ട്രോക്ക് വരുന്നതിൻ്റെ അടിയന്തര ചികിത്സ മാത്രമല്ല, തുടർന്നുള്ള അതിൻ്റെ ടെസ്റ്റുകളും ഒരേപോലെ പ്രാധാന്യം അർഹിക്കുന്നു. കാരണം നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് സ്ട്രോക്ക് മെഡിസിനെ കുറിച്ച് ധാരാളം ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് കോമൺ ആയിട്ട് കമൻസിലും സോഷ്യൽ മീഡിയ കമൻസിലും കാണുന്ന ഒത്തിരി ഡൗട്ട് വളരെ ക്ലിയർ ആയിട്ട് ഡോക്ടർ ഞങ്ങൾക്ക് ഷെയർ ചെയ്തു വന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു.